നമസ്കാരം. ഭരണഘടനയെ മുഖ്യമായി രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്: ലിഖിതം, അലിഖിതം. ലിഖിതം അഥവാ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യ, അമേരിക്ക, ബ്രസീൽ, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണുള്ളത്. അലിഖിതം, അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇസ്രായേൽ, ബ്രിട്ടൻ, ഫ്രാൻസ്, ന്യൂസിലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണുള്ളത്. ഇന്ത്യ ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും ചെറുതും ഏറ്റവും പഴക്കം ചെന്നതുമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ശില്പി അഥവാ ആർക്കിടെക്ചർ എന്നൊക്കെ പറയുന്നത് ജെയിംസ് മാഡിസൺ ആണ്. നിലവിൽ വന്നത് 1789 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ശില്പി ഡോക്ടർ BR അംബേദ്കർ ആണ്. ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ആർക്കിടെക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ BR അംബേദ്കർ ആണ്. എഴുതപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിനു വേണ്ടി അംബേദ്കറും കൂട്ടരും 60-ലധികം രാജ്യങ്ങളുടെ ഭരണഘടന പഠന വിധേയമാക്കിയിട്ടുണ്ട്. ഡോക്ടർ BR അംബേദ്കർ, ഭീംറാവു റാംജി അംബേദ്കർ എന്നാണ് മുഴുവനും പേര്. 1891 ഏപ്രിൽ 14 മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലാണ് ജനനം. പ്രഥമ നെഹ്റു മന്ത്രിസഭയിൽ നിയമമന്ത്രിയായിരുന്നു. 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. 1956 ഡിസംബർ 6 അന്തരിച്ചു. സമാധി സ്ഥലം ചൈതന്യഭൂമി എന്നറിയപ്പെടുന്നു. അംബേദ്കറിനെ ആധുനിക മനു എന്നും ആധുനിക ബുദ്ധ എന്നും വിളിക്കപ്പെടുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ നിയമസംഹിത മനുസ്മൃതിയാണ്. ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി MN റോയിയാണ്. ജനകീയ ആസൂത്രണത്തിൻ്റെ പിതാവെന്നൊക്കെ അറിയപ്പെടുന്നു. എന്നാൽ ഈ ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടിയാണ്. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി ഉയർന്ന INC സമ്മേളനം 1934 എന്നാൽ ഇത് ഔദ്യോഗികമായ ഒരു പ്രമേയത്തിലൂടെ അവതരിപ്പിച്ച INC സമ്മേളനം 1937 ഫൈസാപൂർ സമ്മേളനമാണ്. മഹാരാഷ്ട്രയിലാണ് ഫൈസാപൂർ. അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവാണ്. 1946 ക്യാബിനറ്റ് മിഷൻ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് അറ്റ്ലി കാലങ്ങളായി ഇന്ത്യയിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ 1946 ഇന്ത്യയിൽ അയച്ച മിഷനാണിത്. ഈ മിഷനിൽ ആകെ 3 അംഗങ്ങളാണുള്ളത്: പാത്രിക് ലോറൻസ്, AV അലക്സാണ്ടർ, സർ സ്റ്റിഫോർഡ് ക്രിപ്സ്. ഇവർ ന്യൂഡൽഹിയിൽ എത്തിയത് 1946 മാർച്ച് 24 ഇവരുമായി സംസാരിച്ച INC പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജനനം നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ടും നവംബർ 11 നമ്മൾ ആചരിക്കുന്നത്. 1888 നവംബർ 11 മൗലാന അബ്ദുൽ കലാം ആസാദ് ജനിച്ചത്. ഇവർ മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1946 മെയ് 16 ഈ റിപ്പോർട്ടിൽ മുന്നോട്ട് വെച്ച മുഖ്യ നിർദ്ദേശങ്ങൾ: ഇന്ത്യയിൽ ഒരു ഇടക്കാല മന്ത്രിസഭയ്ക്ക് രൂപം നൽകണം, ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കണം, എത്രയും വേഗം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. ഈ നിർദ്ദേശങ്ങളെ തുടർന്ന് കുറച്ച് തീരുമാനങ്ങൾ എടുക്കുന്നു. 1946 സെപ്റ്റംബർ 2 ഇന്ത്യയിൽ ഇടക്കാല മന്ത്രിസഭയ്ക്ക് രൂപം നൽകി. ഈ മന്ത്രിസഭയുടെ പ്രസിഡന്റ് ലോർഡ് വേവലാണ്. ജവഹർലാൽ നെഹ്റു വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ മറ്റ് മന്ത്രിമാരും. 1946 ഡിസംബർ 6 ഇന്ത്യയിൽ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചു. 1946 ഡിസംബർ 9 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ആദ്യത്തെ മീറ്റിംഗ് ചേർന്നു. പാർലമെൻറ്റിൽ സെൻട്രൽ ഹാളിൽ രാവിലെ 11 മണിക്ക്. ആകെ 207 അംഗങ്ങൾ പങ്കെടുത്തു. അതിൽ 9 വനിതകളുണ്ട്. യോഗത്തിൽ ആദ്യമായി സംസാരിച്ചത് JB കൃപലാനിയാണ്. INCയുടെ പ്രസിഡന്റ് ആയിരുന്നു JB കൃപലാനി. താൽക്കാലിക അധ്യക്ഷനായിട്ട് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ നിയമിച്ചു. 1946 ഡിസംബർ 11 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സ്ഥിര അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ നിയമിക്കുന്നു. ഉപാധ്യക്ഷനായിട്ട് HC മുഖർജിയെയും. 1948 VT കൃഷ്ണമാചാര്യയെ കൂടി വൈസ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട്. അഡ്വൈസറായിട്ടുള്ളത് BN റാവു ആണ്. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഇത് പിന്നീട് 1947 ജനുവരി 22 ഭരണഘടനയുടെ ആമുഖമായിട്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗീകരിച്ചു. 1946 ഡിസംബർ 23 ഡിസംബർ 9 ചേർന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ആദ്യത്തെ യോഗം ഡിസംബർ 23 അവസാനിച്ചു. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ആകെ 389 അംഗങ്ങളുണ്ടായിരുന്നു. ഇതിൽ 17 വനിതകളും 17 മലയാളികളും 3 മലയാളി വനിതകളുമാണ് ഉണ്ടായിരുന്നത്. 17 മലയാളികളിൽ 9 മലയാളികൾ മലബാറിൽ നിന്നുള്ളവരും 6 മലയാളികൾ ട്രാവൻകൂറിൽ നിന്നുള്ളതും 1 മലയാളി കൊച്ചിയിലെ പനമ്പള്ളി ഗോവിന്ദമേനനും 1 മലയാളി യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നുള്ള ജോൺ മത്തായിയുമാണ്. 3 മലയാളി വനിതകൾ
1 അമ്മു സ്വാമിനാഥൻ, 2 ദാക്ഷായണി വേലായുധൻ, 3 ആനി മസ്ക്രി. അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മലബാറിൽ നിന്നുള്ളവരാണ്. ആനി മസ്ക്രീൻ ട്രാവൻകൂറിൽ നിന്നുള്ളൂ. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ആകെ 389 അംഗങ്ങളിൽ വിവിധ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് കൂടിയാലോചന വഴി വന്നവർ 93 പേരാണ്. തിരഞ്ഞെടുത്തവരിൽ നിന്ന് വന്നവർ 296 പേരാണ്. ഈ തിരഞ്ഞെടുത്തവരിൽ നിന്ന് രണ്ടായിട്ട് തിരിക്കണം. ബ്രിട്ടീഷ് വൈസ്രോയുടെ പ്രൊവിഷനിൽ നിന്നും ചീഫ് കമ്മീഷണറുടെ പ്രൊവിഷനിൽ നിന്നും. ബ്രിട്ടീഷ് വൈസ്രോയുടെ പ്രൊവിഷനിൽ നിന്നും വന്നവർ 292 പേരാണ്. ചീഫ് കമ്മീഷണറുടെ പ്രൊവിഷനിൽ നിന്നും വന്നവർ 4 പേരാണ്. അങ്ങനെയാണ് മൊത്തം 296 പേരാകുന്നത്. അങ്ങനെ തിരഞ്ഞെടുത്തവരും കൂടിയാലോചന വഴി വന്നവരും കൂട്ടിയാലാണ് 389 പേരാകുന്നത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ആകെ 389 അംഗങ്ങളിൽ INCയിൽ നിന്ന് തിരഞ്ഞെടുത്തവർ 208 പേരും, മുസ്ലിം ലീഗിൽ നിന്ന് തിരഞ്ഞെടുത്തവർ 73 പേരും, മറ്റു പാർട്ടികളിൽ നിന്ന് 15. അങ്ങനെ 296 തിരഞ്ഞെടുത്തവരുണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 93. മൊത്തം 389 പേര്. 1947 ജൂലൈ 22 ദേശീയ പതാകയെ അംഗീകരിച്ചു. അന്നാണ് ഫ്ലാഗ് ഡേ, പതാക ദിനം എന്നൊക്കെ പറയുന്നത്. രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യയാണ്, ആന്ധ്രാപ്രദേശുകാരനാണ്. ദേശീയ പതാകയുടെ നിറങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സാഫ്രോൺ ധീരത, ത്യാഗത്തെ സൂചിപ്പിക്കുന്നു. വൈറ്റ് സമാധാനത്തെ സൂചിപ്പിക്കുന്നു. പച്ച സത്യം, സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു. അശോക ചക്രം, അത് നേവി ബ്ലൂ കളറിലാണ് ഉണ്ടാവുക. 24 സ്പോക്സ് ഉണ്ട്, ആരക്കാലുകൾ 24 ഉണ്ട്. പുരോഗതിയെ സൂചിപ്പിക്കുന്നു. ദേശീയ പതാകയുടെ റേഷ്യോ 2:3 ആണ്. വിഡ്ത്ത് ഈസ് ടു ലെങ്ത് എന്ന് പറയുന്നത് 2:3 ആണ്. 1947 ഓഗസ്റ്റ് 14 ഇന്ത്യ പാക് വിഭജനം നടന്നു. പാകിസ്ഥാന് സ്വാതന്ത്ര്യം ലഭിച്ചു. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ആകെ 389 അംഗങ്ങളിൽ നിന്ന് 2 സ്ത്രീകൾ ഉൾപ്പെടെ 90 പേര് പാകിസ്ഥാനിലേക്ക് പോയി. ഇന്ത്യയിൽ ആദ്യ പ്രധാനമന്ത്രിയായിട്ട് നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്തു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇന്ത്യ ഒരു പരമാധികാര സ്വതന്ത്ര രാജ്യമായി. നെഹ്റുവും മറ്റ് മന്ത്രിമാരും അധികാരമേറ്റു. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഇപ്പോൾ 15 സ്ത്രീകൾ ഉൾപ്പെടെ ആകെ 299 അംഗങ്ങളാണുള്ളത്. 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി അംബേദ്കറെ തിരഞ്ഞെടുത്തു. 1949 നവംബർ 26 ഭരണഘടനയെ അംഗീകരിച്ചു. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസാണ്. ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ്, ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചതും നന്ദലാൽ ബോസാണ്. നവംബർ 26 ഭരണഘടനാ ദിനം അല്ലെങ്കിൽ ദേശീയ നിയമ ദിനം, നാഷണൽ ലീഗൽ ഡേ. അംബേദ്കർ ജനിച്ചതിൻ്റെ 125-ാം വർഷത്തോടനുബന്ധിച്ച് 2015 മുതലാണ് ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. 1950 ജനുവരി 24 ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ചു. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം രചിച്ചതും രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ്. ഭരണഘടനയുടെ അന്തിമ കോപ്പിയിൽ ഒപ്പിട്ടവർ 284 പേരാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ അവസാനത്തെ മീറ്റിംഗ് ചേർന്ന് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പിരിച്ചുവിട്ടത് 1950 ജനുവരി 24 1950 ജനുവരി 25 ഇന്ത്യയിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചു. ഹെഡ് ക്വാർട്ടർ നിർവാചൻ സദൻ, ന്യൂഡൽഹി. ഇന്ത്യയുടെ ആദ്യത്തെ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുകുമാർ സെന്നാണ്. ഈ സ്ഥാനത്തേക്ക് വന്ന ഒരേയൊരു മലയാളി TN ശേഷനാണ്. ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറാണ്. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നു. ഇന്ത്യ ബിക്കം റിപ്പബ്ലിക്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായിട്ട് രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തു. സിംഹമുദ്രയെ ദേശീയ മുദ്രയായി അംഗീകരിച്ചു. 1929 ഡിസംബറിൽ ലാഹോറിൽ ചേർന്ന INC സമ്മേളനത്തെ തുടർന്ന് 1930 ജനുവരി 26 ഇന്ത്യയിൽ ഒന്നാം സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുകയും ചെയ്തു. ഈ ദിനത്തെ പിന്നീട് അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് 2 മാസം കൂടി വൈകി 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരാൻ കാരണമായത്. ഭരണഘടനയുടെ ഇംഗ്ലീഷ് കാലിഗ്രാഫർ പ്രേംബിഹാരി നരൈൻ റായ്സാദയാണ്. ഹിന്ദി കാലിഗ്രാഫർ വസന്ത് കൃഷ്ണൻ വൈദ്യയാണ്. ഭരണഘടന നിർമ്മിക്കാൻ ചിലവാക്കിയ തുക 64 ലക്ഷം രൂപയാണ്. ഭരണഘടന നിർമ്മിക്കാൻ ചിലവായ ദിവസം 2 വർഷം 11 മാസം 18 ദിവസമാണ്. PSCയുടെ ചില ഉത്തരങ്ങളിൽ 2 വർഷം 11 മാസം 17 ദിവസമെന്നും കാണിക്കുന്നുണ്ട്. ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടി ആകെ 11 സമ്മേളനങ്ങളിലായി 165 ദിവസം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സമ്മേളിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് രാജാവ് ജോർജ് 6-മനാണ്. ഇപ്പോൾ ചാൾസ് 3-മൻ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമൻ്റ് അറ്റ്ലി. ഇപ്പോൾ കെയർ സ്റ്റാർമർ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ
ബ്രിട്ടീഷ് വൈസ്രോയി മൗണ്ട് ബാറ്റനാണ്. INC പ്രസിഡന്റ് JB കൃപലാനി, ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെ. KPCC പ്രസിഡന്റ് K കേളപ്പൻ, ഇപ്പോഴത്തത് സണ്ണി ജോസഫ്.